നിവേദ് ആന്റണിയാണ് ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം നിവേദ് ലേഡീസ് ബാൻഡിലേക്ക്. എല്ലാവർക്കും അറിയാം, നിവേദ് ഒരു വലിയ സ്വപ്നത്തിന് പിന്നാലെയാണ്, അമ്മയാകണം എന്ന വലിയ സ്വപ്നത്തിന് പിന്നാലെയാണ്. നിവേദ് എപ്പോഴാണ് ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നി തുടങ്ങിയത്? ഇപ്പോൾ എനിക്ക് തോന്നുന്നു വാർത്തകളിൽ നിവേദ് നിറഞ്ഞു നിൽക്കുന്നതും ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ്. എപ്പോഴാണ് ഈ ആഗ്രഹം തുടങ്ങിയത്? ഇപ്പോൾ ഏതുവരെ എത്തിയ ആഗ്രഹത്തിനുള്ള പ്രിപ്പറേഷൻസ്? ഇപ്പോൾ ആദ്യം തന്നെ പ്രിപ്പറേഷൻ്റെ കാര്യം പറയാം. പ്രിപ്പറേഷൻ ഇപ്പോൾ മെൻ്റൽ പ്രിപ്പറേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു എന്താ പറയുക, എപ്പോൾ തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചെറുപ്പം മുതൽ കുഞ്ഞെന്നുള്ളൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ഇപ്പം അത് വളർന്ന് ഈ ഒരു ലെവലിൽ എത്തിയിരിക്കുകയാണ്. പിന്നെ ഒരു വലിയൊരു തിരുത്തുണ്ട്, അമ്മയാകുന്നു എന്നുള്ളതല്ല, ഒരു പാരൻ്റ് ആകുന്നു എന്നുള്ളത് തന്നെ പറയാം. കാരണം ഒരു കുഞ്ഞ് ഉണ്ടാകുമ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞിന് അച്ഛനും അമ്മയും ഞാൻ തന്നെ ആയിരിക്കും. അപ്പോൾ ഒരു സിംഗിൾ പാരൻ്റ് എന്ന് തന്നെ പറയാനായിരിക്കും താല്പര്യം. അതാണ്, തീർച്ചയായിട്ടും ആ തിരുത്തിന് നന്ദി. നിവേദ്, ഇത്തരത്തിൽ ഒരു സിംഗിൾ പാരൻ്റ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ആൺ ശരീരത്തിൽ, ഒരു പുരുഷ ശരീരത്തിൽ ഒരമ്മയാകാനുള്ള മനസ്സുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എത്രത്തോളം ചലഞ്ച് അല്ലെങ്കിൽ എത്രത്തോളം പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് താങ്കൾ കടന്നു പോകുന്നത്? എനിക്ക് തോന്നുന്നു അത് പറഞ്ഞു തുടങ്ങാനാണെങ്കിൽ ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ടാവും. പ്രതിസന്ധികൾ മാത്രമുള്ള ഒരു സമയമാണിപ്പോൾ. കാരണം എനിക്കിപ്പോൾ ഒരു മെൻ്റൽ പ്രിപ്പറേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ വരാൻ പോകുന്ന പ്രൊസീജിയേഴ്സ് അതിനേക്കാളും ഇവിടെ ഉള്ളവരുടെ ക്വസ്റ്റ്യൻസാണ് മെയിൻ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഞാനിപ്പോൾ ഫുള്ള് പോസിറ്റീവായിട്ടിരിക്കാനാണ് നോക്കുന്നത്. വരുന്ന പ്രൊസീജിയേഴ്സ് അതിപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് പ്രഗ്നൻ്റ് ആവാൻ പറ്റിയില്ലെങ്കിലും നെക്സ്റ്റ് ഓപ്ഷൻ ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്, IVF ആണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പ്രഗ്നൻ്റ് ആവുന്ന പ്രൊസീജിയറാണ്. അപ്പോൾ എനിക്ക് ഇതിന് ഫിറ്റ് ആവില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ലൈഫ് റിസ്ക് ആവുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് വേണ്ടെന്ന് വെക്കും. പിന്നെ IVF-ലോട്ടായിരിക്കും പോകുന്നത്. IVF-ലാണെങ്കിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരിക്കും പ്രഗ്നൻ്റ് ആവുന്നത്. അതിനെന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പിന്നെ അഡോപ്ഷനിലോട്ട് തന്നെ പോകും. പക്ഷേ കുഞ്ഞ് എന്നൊരു സ്വപ്നം അതെന്തായാലും നേടിയിരിക്കും. ശരി നിവേദ്, വെറുതെ ഒരു സ്വപ്നമല്ലായിരുന്നു അത്. ഈ ചെറുതിലേ തൊട്ടുള്ള ഒരു സ്വപ്നം എന്ന് പറയുമ്പോൾ അത് ആദ്യം ചിലപ്പോൾ അങ്ങനെ ആഗ്രഹിച്ചത് വെറുതെ ആയിരിക്കാം. പക്ഷെ അതിനുശേഷം ഒരുപാട് റിസർച്ചൊക്കെ ചെയ്ത് ഡോക്ടർമാരോടൊക്കെ സംസാരിച്ച് കൺസൾട്ട് ചെയ്ത് അങ്ങനെ ഉണ്ടാകാം എന്ന പഠനത്തിന് ശേഷമാണ് അതിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. പക്ഷെ അപ്പോൾ പോലും ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സൊസൈറ്റിയിൽ നിന്നും, നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും വരെ എതിർപ്പുണ്ടാകുന്ന ഒരവസ്ഥ. അതിനെങ്ങനെയാണ് തരണം ചെയ്യുന്നത്? അതിപ്പോൾ ബേസിക്കലി എന്താ പറയുക, ചോദ്യങ്ങളും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഇഷ്യൂസൊക്കെ മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്തത്. അപ്പോൾ പക്ഷേ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഒരു എതിർപ്പ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് അത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതല്ല. കാരണം ഞങ്ങളെപ്പോഴും ഒന്നായിട്ടിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു സമയത്തിൽ ഞാൻ ഒന്നാമത് ആരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ എന്നും ഒറ്റയ്ക്ക് നിന്നിട്ടേ ഉള്ളൂ. ഇപ്പോഴും ഒറ്റയ്ക്ക് കംഫർട്ടബിൾ ആണ്. എന്തായാലും ഒരു ഡ്രീം ഉള്ളപ്പോഴത്തേക്ക് ആ ഡ്രീമിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് ഞാൻ നോക്കാറുള്ളത്. അപ്പോൾ എപ്പോഴും പോസിറ്റീവ് സൈഡിൽ കൂടെ തന്നെ നോക്കുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു കമ്മ്യൂണിറ്റിയെക്കാളും കൂടുതൽ കേരളത്തിലുള്ള ബാക്കിയുള്ള മൊത്തം കേരള ജനത എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിമർശനങ്ങൾ ഞാൻ നോക്കാറില്ല. എപ്പോഴും പോസിറ്റീവായിട്ടുള്ളൊരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ളൊരു സപ്പോർട്ട്, അതാണ് ഞാൻ എപ്പോഴും നോക്കുന്നത്. അത് ആവശ്യത്തിൽ കൂടുതൽ എനിക്ക് കിട്ടുന്നുണ്ട്. അത് തന്നെ ധാരാളമാണ്. തീർച്ചയായിട്ടും നിവേദ്, അങ്ങനെ രണ്ട് തരക്കാരുണ്ടാകും. എപ്പോഴും പിന്തുണയ്ക്കുന്നവരും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരും പറയുന്നവരും എതിർക്കുന്നവരും ഒക്കെ ഉണ്ടാകും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക്, നിവേദ് ഇപ്പോൾ പഠിച്ചിട്ടൊക്കെയാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷെ എന്നെ പോലെയുള്ള അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തവർക്ക് എപ്പോഴും ഒരുപാട് ചോദ്യങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കും. ഇതെങ്ങനെ സാധ്യമാകും? ഇതിനെക്കുറിച്ച് ടെക്നിക്കലി കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? ഇതെങ്ങനെയാണ് സാധ്യമാവുക? ഇത് സയൻസ് കുറച്ച് സംസാരിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് അതൊരു വലിയൊരു പ്രൊസീജിയറാണ്. ശരിക്കും നോർമലി പറയുമ്പോഴത്തേക്കും പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു 9 months അല്ലെങ്കിൽ 10 months പ്രഗ്നൻസി ആണ് നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളത്. ഇതിപ്പോൾ ഇത് ട്രോള് തരുന്ന ആൾക്കാർക്ക് നിത്യഗർഭിണി എന്നുള്ളൊരു ടേം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. കാരണം ഇത് എന്താ പറയുക, ആദ്യം തന്നെ എനിക്ക് ഒരുപാട് ചെക്കപ്സ് ഒക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇതിന് ഞാൻ ഫിറ്റ് ആകോ ഇല്ല എന്നുള്ളതൊക്കെ നോക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹോർമോൺസ്, പിന്നെ
ഇത് ഒരുപാട് സർജറീസ് ഉണ്ട്. പിന്നെ മെയിനായിട്ട് വരുന്നത് യൂട്രസ് ഇംപ്ലാന്റേഷൻ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കൊച്ചിൻ്റെ പ്രൊസീജിയേഴ്സിലോട്ടൊക്കെ പോകുന്നത്. അതൊരു വലിയൊരു പ്രൊസീജിയറാണ്. എനിക്ക് ഇനിയും ഒരുപാട് ക്ലാരിറ്റി കിട്ടാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി തന്നെയാണ് ഇനിയിപ്പോൾ ഞാൻ നെക്സ്റ്റ് മന്ത്, ഇനിയിപ്പോൾ ഈ മന്താണ് പ്ലാൻ ചെയ്തേച്ചത്, അത് ഇനിയിപ്പോൾ നെക്സ്റ്റ് മന്തോട്ട് പോസ്റ്റ്പോണ്ട് ആയിട്ടുണ്ട്. ബാംഗ്ലൂരിലോട്ട് പോകുന്നതാണ്. അവിടെ ചെന്ന് ഡോക്ടേഴ്സായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ അതിനൊരു ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. അതെ, നിവേദ, ഈ കുഞ്ഞ് എന്ന് പറയുന്നത് വലിയ സ്വപ്നമാണ് എന്ന് ശരിക്കും വ്യക്തമാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഏത് ചികിത്സയ്ക്കും തയ്യാറാണ് എന്ന് പറഞ്ഞു. സ്വന്തം ശരീരം അതെങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ എനിക്കെന്തും വന്നോട്ടെ, പക്ഷേ എനിക്ക് കുഞ്ഞിനെ വേണം, എനിക്ക് എൻ്റെ സ്വന്തമായൊരു കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ഒരു സ്വന്തമായൊരു ഭയമില്ലേ ഈ ഒരു ചികിത്സയ്ക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ? ഭയം ഉണ്ടെങ്കിൽ പിന്നെ ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ആദ്യമേ ഒരുപാട് മെൻ്റലി പ്രിപ്പയർഡ് ആയതിനു ശേഷം, കാരണം ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഒരുപാട് നാളായിട്ട് എനിക്ക് ഇതിനെക്കുറിച്ചൊരു ഓപ്ഷൻ അറിയത്തില്ലായിരുന്നു. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ അതിനെക്കുറിച്ചിട്ടുള്ള റിസർച്ചിങ് ആയിരുന്നു. ഒരുപാട് ഡിസ്കഷൻസും റിസർച്ചൊക്കെ കഴിഞ്ഞിട്ടായിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും എൻ്റെ ലൈഫ് റിസ്ക് ആകും എന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. അത് അവർ തന്നെ വേണ്ടെന്ന് വെക്കും. അപ്പോൾ എനിക്ക് ഒരു കുഞ്ഞ് വേണം എന്നുണ്ടെങ്കിൽ അത് ഞാനും കൂടെ ഹെൽത്തി ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അറ്റ് എനി പോയിന്റ്, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ എൻഡ് ചെയ്തിട്ട് ഇനിയിപ്പോൾ സെക്കൻഡ് ഓപ്ഷനിലോട്ട് പോകും. അത് IVF ആയിരിക്കും. അതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും പ്രഗ്നൻ്റ് ആവുന്നത്. ശരി നിവേദിതിന് ഈ ഒരു ആശയത്തിന്, അല്ലെങ്കിൽ ഈ ഒരു ഇതിനൊരു സഹായം എന്ന് പറയുന്നത് ഫിസിക്കലി മെൻ്റലി ഫിറ്റാവുക മാത്രമല്ല, ഫിനാൻഷ്യലി കൂടി നമ്മൾ ഫിറ്റായിരിക്കണം. അത് എവിടെ നിന്നാണ്? ഈ പിന്തുണ ഒക്കെ ഒരുപാട് പേര് നൽകുന്നുണ്ടോ? കുടുംബത്തിൻ്റെ പിന്തുണ, അതൊക്കെ ഒന്ന് പറയാമോ? മെൻ്റൽ സപ്പോർട്ട് എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ എല്ലാവരുടെ അടുത്തു നിന്നും കിട്ടുന്നുണ്ട്. ഒരു ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നാണെങ്കിലും ഫാമിലിയിൽ നിന്നാണെങ്കിലും മെൻ്റൽ സപ്പോർട്ട് ആവശ്യത്തിൽ കൂടുതലുണ്ട്. പിന്നെ ഫിനാൻഷ്യലി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സോഴ്സ് ഞാൻ പറയുന്നില്ല, പക്ഷേ എങ്കിലും എനിക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ബാങ്കിലാണെങ്കിലും അവർ നല്ല സപ്പോർട്ടീവാണ്. അപ്പോൾ ഒരുവിധം ഇൻഷുറൻസും കവർ ചെയ്യുന്നതാണ്. ശരി നിവേദ് എന്തായാലും ഒരുപാട് ഇപ്പം ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് നിവേദിനെ പോലെ തന്നെ. പക്ഷേ ഇത്തരത്തിൽ ഈ നേരത്തെ കുറേ ഇതിനെക്കുറിച്ചൊക്കെ വായിക്കുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞല്ലോ, ഇതുപോലൊരാൾ സക്സസ് ആയിട്ടുള്ള ആളിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇങ്ങനെ എവിടെയെങ്കിലും ഇത്തരത്തിൽ ഗർഭം ധരിച്ച് അത് സക്സസ് ആയിട്ടുണ്ടോ? സക്സസ് ആയിട്ട് ഒരു പുരുഷൻ ഇതുവരെ ഗർഭം ധരിച്ച് സക്സസ് ആയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു ട്രാൻസ്മെൻ പ്രഗ്നൻ്റ് ആയിട്ടേ ഉള്ളൂ. അതല്ലാതെ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ ഇപ്പോഴും ട്രൈ ചെയ്യുന്നുണ്ട്. സക്സസ് എന്നുള്ള ലെവലിലോട്ട് എത്തിയിട്ടില്ലെങ്കിൽ അവർ ട്രൈ ചെയ്യുന്നുണ്ട്. അത് ഐ ഹോപ്പ് അവർക്കും നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുമെന്ന് തന്നെയാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. അതിപ്പോൾ എനിക്ക് തന്നെ കിട്ടണം എന്ന് വാശി പിടിക്കാൻ പറ്റത്തില്ലല്ലോ ആദ്യം തന്നെ. അപ്പോൾ ശ്രമിക്കുന്ന എല്ലാവർക്കും പോസിറ്റീവ് റിസൾട്ട് കിട്ടട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥന. നിവേദ് നേരത്തെ പറഞ്ഞത് ഒരു കാര്യം, അത് ശരിക്കും അതിലൊരു ക്ലാരിറ്റി വരേണ്ടതുണ്ട്. കാരണം നിങ്ങളെപ്പോലെയുള്ളവർ, അവർക്ക് വേണ്ടി ഒരു കമ്മ്യൂണിറ്റി, നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും തരാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന അവകാശപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റി. പക്ഷെ അതേസമയത്ത് ഇത്തരത്തിലൊരു സ്വപ്നവുമായി ഇറങ്ങി തിരിച്ച നിവേദിന് ഈ സമയത്ത് തരേണ്ട പിന്തുണ പോലും അവിടെ നിന്ന് ലഭിക്കുന്നില്ല എന്ന് പല വീഡിയോസിലും നിവേദ് പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ വിഷമത്തോടെ പറഞ്ഞിട്ടുണ്ട്. പുറത്തു നിൽക്കുന്നവർ പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പറയുമ്പോൾ അത്രയും വിഷമമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ഈ കമ്മ്യൂണിറ്റിക്ക് ഉള്ളിൽ തന്നെ വരുന്നത്? എനിക്ക് തോന്നുന്നു അത് റീസൺ എനിക്കിപ്പോഴും പറയാൻ അറിയത്തില്ല. കാരണം ഒരു എക്സാമ്പിളേ പറയാനുള്ളൂ. ഇവിടത്തെ, അതായത് കേരളത്തിലെ കമ്മ്യൂണിറ്റിയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ. അതായത് ബേസിക്കലി ഞണ്ടുകളെ പോലെയാണ്. ഒരു ഞണ്ട് കയറി പോകുമ്പോഴത്തേക്കും അടുത്ത ഞണ്ട് വലിച്ച് താഴ്ത്തിടുന്ന പോലെ തന്നെ ഒരുപാട് പേര് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് ലൈഫിൽ. പക്ഷേ എങ്കിലും സക്സസ്ഫുൾ ആവാൻ ശ്രമിക്കുന്നവരെ വലിച്ച് താഴെയിടാനേ ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളൂ. കേരളത്തിൽ മാത്രം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ. ഇപ്പം എൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഞാൻ ഈ കമ്മ്യൂണിറ്റിയിലെ ഒരാളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കമ്മ്യൂണിറ്റി ആയിട്ട് ഞാൻ ലിങ്ക്ഡ് അല്ല. കാരണം ഞാനെപ്പോഴും ഒറ്റയ്ക്ക് എൻ്റെ ലൈഫ്, എൻ്റെ സെപ്പറേറ്റ് ലൈഫായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. കമ്മ്യൂണിറ്റിയുടെ അടുത്തൊരു സപ്പോർട്ടിനൊന്നും പോയിട്ടില്ല. പക്ഷേ എങ്കിലും കമ്മ്യൂണിറ്റിയിൽ ആർക്കെങ്കിലും എൻ്റെ ഒരു സപ്പോർട്ട് വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എന്നും അവർക്ക് വേണ്ടി ഉണ്ടായിരിക്കും.
ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ഒരുപാട് കഴിഞ്ഞ ഒരുപാട് കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് പേർക്ക് ഞാൻ സപ്പോർട്ടീവായിട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും ഞാൻ ആരുടെ അടുത്തൊന്നും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എതിർത്ത്, അതായത് എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന ആൾക്കാരായിട്ട് മാത്രമേ കേരളത്തിലുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ഒട്ടുമിക്ക ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ. സപ്പോർട്ടില്ലെങ്കിലും പക്ഷേ നമ്മുടെ പേഴ്സണൽ സ്പേസിലോട്ട് ഇടപെടാനായിട്ടുള്ള ഒരു അധികാരം അവർ കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ ഇനി ഇത്രയൊക്കെ പ്രതിഷേധം അല്ലെങ്കിൽ ചോദ്യങ്ങളും ഉണ്ടായപ്പോഴത്തേക്ക് ഞാൻ അവരോട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമുള്ളൂ. എനിക്ക് കുഞ്ഞിപ്പോൾ ഞാൻ പ്രസവിച്ചാണെങ്കിലോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് പ്രസവിച്ചാണെങ്കിലോ അല്ലെങ്കിൽ അഡോപ്ഷൻ വഴിയാണെങ്കിലും എനിക്കൊരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ഭാവിയിൽ അത് കമ്മ്യൂണിറ്റിയുടെ കുഞ്ഞാണെന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം അവർക്ക് എന്തും ചിന്തിക്കാം എന്നുള്ളൊരു ചിന്താഗതിയാണ് അവർക്കിപ്പോൾ ഉള്ളത്. അതെന്തായാലും മാറേണ്ടതുണ്ട്. അതെ. നിവേദ, ആ ഫോട്ടോഷൂട്ടിലേക്ക് നമുക്ക് വരാം. ഫോട്ടോഷൂട്ടിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചിത്രങ്ങൾ ആരെയും ഒറ്റ ആരായാലും ഒന്ന് നോക്കി പോകുന്ന ചിത്രങ്ങളായിരുന്നു. ആ ഒരു പ്ലാൻ അല്ലെങ്കിൽ ആ ഒരു ആശയം അതെങ്ങനെയാണ് വന്നത്? ഒരു സ്വപ്നമുണ്ട്, അങ്ങനെ അമ്മയാകണം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പാരന്റ് ആകണം എന്നൊരു സ്വപ്നമുണ്ട്. പക്ഷെ ആ സ്വപ്നം ഇതുപോലൊരു ഫോട്ടോഷൂട്ടിലേക്ക് കൊണ്ടുവന്നു. അതെങ്ങനെയാണ് തോന്നിയത്, ആ ഒരു ആശയം? ബേസിക്കലി സിമ്പിളാണ്. അതായത് ഞാൻ വിവാഹം കഴിച്ചപ്പോഴും ഒരു പ്രീ വെഡിങ് ഷൂട്ട്, അതായത് മറ്റാരെ പോലെയും എൻ്റെ വെഡ്ഡിങ്ങും ഒരു നോർമൽ വെഡ്ഡിങ് ആയിരിക്കണം എന്നുണ്ട്. അതിൽ വേറെ വ്യത്യാസമൊന്നും വേണം എന്നില്ല. അതേപോലെ തന്നെയാണ് അപ്പോഴും ഞാൻ ഒരു പ്രീ വെഡ്ഡിങ് ഷൂട്ട് ചെയ്തു. അത് എൻ്റെ ഒരു സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുക്കി വെച്ചത്, പിന്നെ ബാക്കിയുള്ള ആൾക്കാരാണ് അത് വൈറലാക്കി കൊണ്ടുപോയത്. അതേപോലെ തന്നെ ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു സിംഗിൾ പാരന്റ് ആവാൻ പോകുന്നു എന്നൊരു കാര്യം എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനെ അറിയിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു പ്രീ പാരന്റ്ഹുഡ് അല്ലെങ്കിൽ ഒരു പ്രീ മെറ്റേണിറ്റി ഷൂട്ട് പോലെ ഒരു ഷൂട്ട് ചെയ്തു. അത് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ സ്പേസിന് വേണ്ടി മാത്രം ചെയ്തതാണ്. അത് വൈറലാക്കണമെന്നൊന്നും ഒരാഗ്രഹവും ഇല്ലായിരുന്നു. പക്ഷേ അത് ഫ്രണ്ട്സൊക്കെ തന്നെയാണ് അത് വേറെ ഏതോ ലെവലിലോട്ട് കൊണ്ടുപോയത്. അതിലെനിക്കൊന്നും പറയാനില്ല. പക്ഷേ എൻ്റെ ഒരു വ്യക്തി സ്വാതന്ത്ര്യം വെച്ചിട്ട് സിംഗിൾ പാരൻ്റ് ആവാൻ പോകുന്നൊരു ന്യൂസ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ അറിയിക്കണം എന്നുണ്ടായിരുന്നു. അത് അറിയിച്ചു. അതിനുവേണ്ടി ഞാൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, ഫേസ് പോലും പുള്ളിക്കാരൻ ഇതുവരെ ഒരിടത്തും കാണിക്കാത്ത ഒരു വ്യക്തിയാണ്, എസ്ര സക്കറിയ എന്നൊരു ഫോട്ടോഗ്രാഫറുണ്ട്. പുള്ളിക്കാരനെ ഞാൻ കോൺടാക്ട് ചെയ്തു. എൻ്റെ ഒരു ഡ്രീം ഞാൻ പറഞ്ഞു. പുള്ളിക്കാരൻ്റെ ആശയം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ഷൂട്ട് ചെയ്തു. വിചാരിച്ചെങ്കിലും വളരെ മനോഹരമായിട്ടാണ് ആ ഷൂട്ട് വന്നിരിക്കുന്നത്. അത് ഐ ഹാവ് ടു താങ്ക് ഹിം. ഒരുപാട് നന്ദിയുണ്ട് എസ്രയോട്. എനിക്കൊന്ന് കണ്ടവർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് തന്നെയാണ് കരുതുന്നത്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞു പോയൊരു കാര്യം, വിവാഹം. ഇതിനു മുൻപ് വാർത്തകളിൽ ഇടം നേടിയത് അത് തന്നെയായിരുന്നു. നിങ്ങൾ ഗേ കപ്പിൾ, അത് വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു ആ സമയത്ത്. നോക്കൂ, അതെന്തുകൊണ്ടാണ് അത്തരത്തിൽ നിങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടായിരിക്കാം. ഒരു ദമ്പതികൾ എന്തിനാണ് പിരിയുന്നതെന്നൊരു മീഡിയ അറിയേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ആളുകൾ അറിയേണ്ട കാര്യമില്ല. എങ്കിൽ പോലും ഈ ഒരു വലിയ സ്വപ്നത്തിന് അദ്ദേഹം പിന്തുണ തന്നിരുന്നോ, അല്ലെങ്കിൽ അവിടെയാണോ സ്വരച്ചേർച്ചയില്ലായ്മയുണ്ടായത്? എന്താണ് അതിനെക്കുറിച്ച് പറയാമോ? സ്വരച്ചേർച്ച എനിക്ക് തോന്നുന്നു ഒരു പ്രണയത്തിൻ്റെ ഒരു സമയത്ത്, ഒരു വിവാഹത്തിൻ്റെ സമയത്തും രണ്ട് ലൈഫാവും എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം രണ്ട് സമയത്ത് ഒരൊറ്റ ലൈഫായിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് അത്രയും ഭാഗ്യവതി അല്ലെ ഭാഗ്യവാൻ ആയിരിക്കണം. പക്ഷേ എൻ്റെ ലൈഫിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവ് ലൈഫ് കഴിഞ്ഞ് പിന്നെ മാരേജ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്കിടയിൽ ഒന്നാമതേ എന്താ പറയുക, ഇത് ഇത്രയും പോപ്പുലറായി എന്ന് കണ്ടപ്പോഴത്തേക്കും ലൈഫ് തന്നെ മൊത്തത്തിൽ എവിടെയൊക്കെയോ മാറി തുടങ്ങി. പിന്നെ ഞങ്ങൾക്കിടയിൽ ഒരുപാട് ആൾക്കാർ വന്നു. അതൊക്കെ തന്നെയായിരുന്നു റീസൺ. പിന്നെ കുഞ്ഞ് എന്നൊരു സ്വപ്നത്തിൽ അത് ആദ്യമൊക്കെ അക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിലും പിന്നീട് അത് വേണ്ട, പിന്നെ മതി എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു സ്റ്റേജിൽ പുള്ളിക്കാരൻ ഒരിക്കലും ഒരു പാരൻ്റ് ആവാനായിട്ട് പറ്റില്ല എന്നൊരു റീസൺ ഞാൻ അറിഞ്ഞു. അത് അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. പിന്നെ എനിക്ക് വന്നൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു പാർട്ട്ണറായിട്ട് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ പാർട്ട്ണർ എന്നുള്ളത് ഉപേക്ഷിച്ചിട്ട് എനിക്ക് ഭാവിയിൽ ഒരു പാരൻ്റ് ആവാം എന്നൊരു ഓപ്ഷൻ വന്നപ്പോഴത്തേക്കും എനിക്ക് പാരൻ്റ് ആവാൻ തന്നെയായിരുന്നു താല്പര്യം. കാരണം ലൈഫിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ പാർട്ട്ണർ ആവുക എന്ന് മാത്രമല്ല, ലൈഫിൽ ഒരു ഫാമിലി എന്നുള്ളത് ഒരു സിംഗിൾ പാരൻ്റ് ആയാലും ഒരു ഫാമിലിയാണത്. അപ്പോൾ എനിക്ക് എന്തായാലും ഒരു പാരൻ്റ് ആവാൻ തന്നെയായിരുന്നു ആഗ്രഹം. അത് മ്യൂച്വൽ സെപ്പറേഷൻ ആയിരുന്നു. പുള്ളിക്കാരൻ തന്നെയാണ് ഇനീഷ്യേറ്റീവ് എടുത്തത്. അപ്പോൾ ഞാനും അക്സെപ്റ്റ് ചെയ്തു. അതിപ്പോൾ ബാക്കി ഏതൊരു ഡിവേഴ്സ് പോലെയാണ് ഞങ്ങളുടെ സെപ്പറേഷനും ഉണ്ടായത്. കാരണം
ലവ് മാരേജ് കഴിഞ്ഞ് സെപ്പറേറ്റ് ആവുന്ന ഒരുപാട് പേരുണ്ട്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു കല്യാണം കുറച്ച് വൈറലായത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഡിവേഴ്സും കുറച്ചും കൂടെ പോപ്പുലർ ആയത്. അതിൽ എനിക്കോ പുള്ളിക്കാരനോ ഒരു പങ്കില്ല അതിൽ. അതെ, നിവേദ നേരത്തെ പറഞ്ഞു പോയി ഒറ്റയ്ക്ക് നിൽക്കുന്ന ചലഞ്ചിനെ കുറിച്ച് ഞാൻ ചോദിക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു സ്വപ്നവുമായി നടക്കുകയാണ്, അതിന് പിന്നാലെയുമാണ്. അപ്പോൾ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എല്ലാത്തിനും പിന്തുണയുമായിട്ട് ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ എന്ന് തോന്നുന്നുണ്ടോ? അത് ഓഫ് കോഴ്സ് തോന്നാവുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആവാൻ പോകുന്ന ഒരു വ്യക്തിക്ക് എന്തായാലും ഒരു പാർട്ട്ണറിൻ്റെ സാമീപ്യമൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇതിപ്പോൾ എൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈവൻ റിലേഷൻഷിപ്പിലായിരുന്ന ടൈമിൽ വരെ അത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരുന്നു. ഞാൻ എന്നും ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ എന്ത് കാര്യം ഞാൻ ഒറ്റയ്ക്ക് നേരിട്ടിട്ടുള്ളൂ ഇന്ന് വരെ. അപ്പോൾ എനിക്കൊരാളുടെ സാമീപ്യം ഒക്കെ ആ ഒരു ആഗ്രഹം തോന്നാം. പക്ഷേ എങ്കിലും എന്നും ഒറ്റയ്ക്ക് എല്ലാം ഹാൻഡിൽ ചെയ്ത് അല്ലെ ഫേസ് ചെയ്തൊരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് എനിക്കിപ്പോഴും ആ ഒരു ഫീലിംഗ് ഇല്ല. കാരണം സിംഗിൾ പാരന്റ് ആവാം എന്നൊരു ആഗ്രഹം വന്നതും അല്ലെങ്കിൽ സിംഗിൾ പാരന്റ് ആവാം എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് ആവാൻ പറ്റുള്ളൂ. അതെന്തായാലും ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ഒരു ആകാംക്ഷയുടെ ഫാക്ടർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇത് എങ്ങനെ സാധ്യമാകുമെന്നൊരു ആകാംക്ഷ എങ്കിലും ചോദിക്കുകയാണ്. ഇപ്പോൾ മെൻ്റലി പ്രിപ്പയർഡ് ആകുന്നു എന്ന് പറഞ്ഞു, ബാംഗ്ലൂരിലാണ് ചികിത്സ എന്നും പറഞ്ഞു. ഇനി അടുത്ത സ്റ്റേജ് എന്താണ്? ബാംഗ്ലൂരിലേക്ക് പോകുന്നത് എന്നാണ്? എന്തായാലും ഇതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? ഇതുമായിട്ട് തന്നെ മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇനിയിപ്പോൾ അവിടെ ചെന്ന് ഇനിയിപ്പോൾ കുറേ ചെക്കപ്സും പിന്നെ ഡോക്ടേഴ്സായിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് വാശി പിടിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ അല്ല ഇത്. കാരണം ഇത് എൻ്റെ ഹെൽത്തൊക്കെ വെച്ച് വേണം ഡിസൈഡ് ചെയ്യാനായിട്ട്. അവിടെ ചെന്ന് ഡോക്ടേഴ്സിനായിട്ട് കൺസൾട്ട് ചെയ്ത് ഒരു ഡോക്ടറിൻ്റെ അറൈവലിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ നെക്സ്റ്റ് മന്താണ് ബാംഗ്ലൂർ വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ള പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ അവരെനിക്കൊരു ടൈം ഫ്രെയിം തന്നിരിക്കുന്നത് അതുവരെയുള്ള ടൈം ഫ്രെയിം മെൻ്റൽ പ്രിപ്പറേഷന് വേണ്ടിയുള്ള ടൈം ഫ്രെയിമാണ്. അത് മാക്സിമം അതൊരു യൂസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ബാംഗ്ലൂരിലോട്ട് പോയി കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ള അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, നിവേദ്, ഇപ്പോൾ ഒരുപാട് പേര് ട്രാൻസ് ആയാലും ഗേ ഒക്കെ ആയാലും ഒക്കെ ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് അകത്ത് നിൽക്കുന്നവർ, കമ്മ്യൂണിറ്റിയുമായി ബന്ധമില്ലാതെ പുറത്ത് സ്വതന്ത്രമായി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരോടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാടൊക്കെ കുറേയൊക്കെ മാറി വരുന്നുണ്ട്. ഒരുപാട് പേർ എല്ലാ മേഖലകളിലേക്കും ഇത്തരം ആളുകൾ കൂടുതലായി വരുന്നു, അവർക്കൊരു ഇടമുണ്ടാകുന്നു എന്നൊക്കെ നിവേദന തോന്നി തുടങ്ങിയോ? ഇപ്പോൾ അംഗീകരിക്കപ്പെടുന്നുണ്ടോ കുറേയൊക്കെ? ഓഫ് കോഴ്സ് അതിലൊരു സംശയമില്ല. കാരണം നമ്മൊരു 10 വർഷം ബാക്കിലോട്ട് നോക്കിയാൽ അല്ലെങ്കിൽ മിനിമം ഒരു 5 വർഷം ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഗേ ട്രാൻസ് എന്നൊക്കെ പറയുന്ന വ്യക്തികൾക്ക് ഒരു സൊസൈറ്റിയിലൊരു അക്സെപ്റ്റൻസ് കുറച്ചൊരു ലെവലിൽ കിട്ടുന്നുണ്ടെങ്കിലും ആ ഒരു എന്താ പറയുക, നമ്മളിൽ ഒരാൾ എന്ന് ആരും പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും എൻ്റെ ലൈഫ് മാത്രം നോക്കിയാൽ തന്നെ മതി, ഇവിടെ വേറെ ഗേ ആയിട്ട് നടക്കുന്ന വ്യക്തികളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നെ മനസ്സറിഞ്ഞ് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴും ഡിവേഴ്സ് കഴിഞ്ഞ് ഞാൻ നാട്ടിലോട്ട് വരുമ്പോഴും ഇപ്പം ഈ ഒരു ന്യൂസിൻ്റെ സമയത്തും എനിക്ക് ആൾക്കാരുടെ നിന്ന് അക്സെപ്റ്റൻസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കാരണം മുമ്പത്തെ കാലത്ത് ഗേ അല്ലെങ്കിൽ ട്രാൻസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു വല്ലാത്തൊരു നോട്ടമാണ് നമ്മളെപ്പോഴും എല്ലാവർക്കും കിട്ടുന്നത്. പക്ഷെ എനിക്ക് കിട്ടുന്നത് ഫുള്ളൊരു പുഞ്ചരിയോടുള്ള ഒരു ഫേസുകളെ മാത്രമേ ഞാൻ കാണുള്ളൂ. അപ്പോൾ അത് എന്തുകൊണ്ടോ ഞാൻ ലക്കി ആയിരിക്കാം. അല്ലെങ്കിൽ കേരളം ഒരുപാട് മാറി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ട്രാൻസ് കമ്മ്യൂണിറ്റി നോക്കി തന്നെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ന്യൂസ് റീഡേഴ്സ് ഉണ്ട്, IT ഫേമിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, രഞ്ജുമാർ പോലത്തുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ എല്ലാ ഫീൽഡിലും ഇപ്പോൾ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും വന്നു തുടങ്ങി. പക്ഷേ എനിക്ക് തോന്നുന്നു കേരളത്തിൽ കമ്മ്യൂണിറ്റിയെക്കുറിച്ചൊരു ക്ലൂ ഇല്ലാത്ത ആൾക്കാരും ഉണ്ട്. കാരണം LGBT കമ്മ്യൂണിറ്റിയിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ആൾക്കാർക്ക് ട്രാൻസ്ജെൻഡേഴ്സിനെ മാത്രം അറിയത്തുള്ളൂ. പക്ഷെ അതിൽ ഇനിയും ആൾക്കാരുണ്ട്, ഗെയ്സ് ആയിട്ടുള്ളവരുണ്ട്, ലെസ്ബിയൻസ് ആയിട്ടുള്ളവരുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുക, ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്ത പോലെ തന്നെ ബാക്കി എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുക, എന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ ബാക്കിയുള്ള ഗെയ്സിനെ അക്സെപ്റ്റ് ചെയ്യുക. ഹ്യൂമാനിറ്റി മാറ്റേഴ്സ്. എല്ലാ മനുഷ്യർക്കും അവരുടേതായിട്ടുള്ള ഒരു വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, അതിനെ റെസ്പെക്റ്റ് ചെയ്യുക.
നിവേദി, എന്തായാലും ഇപ്പോൾ എന്തായാലും വിവാദമായതും ഏറെ വൈറലായതും ഫോട്ടോഷൂട്ട് തന്നെയാണ്. അത് കഴിഞ്ഞപ്പോൾ അത് വേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ ഇത്തരം ഒരു സാഹസം വേണ്ടിയിരുന്നില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയോ, അതോ അത് എൻജോയ് ചെയ്യുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. എൻജോയ് ചെയ്യാന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. എൻജോയ് ചെയ്യാനായിട്ട് ഒന്നും ഇല്ലല്ലോ. ഐ മീൻ, ആകെ ആ ഫോട്ടോഷൂട്ട് കൊണ്ട് നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ച കുറേ പിക്ചേഴ്സ് കിട്ടി. അത് ഞാൻ അത്രയും മനോഹരമായിട്ടുള്ള പിക്ചേഴ്സ് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. പക്ഷേ ആ എസ്ര എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫറിൻ്റെ കഴിവോടുകൂടി തന്നെയാണ് ആ ഒരു ഫുള്ള് ഫോട്ടോഗ്രാഫ്സും അത്രയും മനോഹരമായിട്ട് എനിക്ക് കിട്ടിയത്. അതിന് ബിഗ് താങ്ക് യു ഫോർ ഹിം. പക്ഷേ റിഗ്രറ്റ് ചെയ്തിട്ടില്ല. കാരണം ഈവൻ എൻ്റെ ഡിവേഴ്സിനെ കുറിച്ച് ഇപ്പോഴും പറയുമ്പോഴും ഞാൻ പ്രണയിച്ച കാലമോ അല്ലെങ്കിൽ എൻ്റെ വിവാഹത്തിനെ കുറിച്ചോ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല. അതൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ഓർമ്മകളാണ് എനിക്കിപ്പോഴും. ഇപ്പോഴും എൻ്റെ എക്സ് ഹസ്ബൻഡ് റഹീം എന്ന വ്യക്തിയെ ഞാൻ വെറുക്കുന്നില്ല. കാരണം ഒരു കാലത്ത് ഞാൻ സ്നേഹിച്ചിരുന്നേച്ച വ്യക്തിയെ എനിക്കിപ്പോൾ വെറുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ചെയ്ത ഫോട്ടോഷൂട്ട് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല. ഓഫ് കോഴ്സ് അതെൻ്റെ ഭാവിയിലുള്ള ഒരു സ്വപ്നം യാഥാർത്ഥ്യമാവേണ്ടതാണ്. അതിൻ്റെ ഒരു പ്രീ ഷൂട്ടായിട്ട് ചെയ്തു. വളരെ മനോഹരമായിരുന്നു. അതിൽ ഒട്ടും റിഗ്രറ്റ് ചെയ്യുന്നില്ല. ഞാൻ എൻജോയ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു കാര്യം എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഫോട്ടോ കാണുമ്പോഴത്തേക്കുള്ള ഒരു പോസിറ്റിവിറ്റി എനിക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ആ ഫോട്ടോ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ള കുറേ പേരുടെ മെസ്സേജസ്, അതൊക്കെ തന്നെ ധാരാളമാണ് എൻജോയ് ചെയ്യാൻ. അതല്ലാതെ വേറെ ഒന്നും അതിൽ എൻജോയ് ചെയ്യാനില്ല. നിവേദ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായിട്ടുള്ള ആളാണ്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വന്ന് പറഞ്ഞു പോകുന്ന ഒരാളുമാണ്. എങ്കിലും ഇത്രയും വിമർശനങ്ങളൊക്കെ ഉണ്ടായല്ലോ. നടക്കാത്ത സ്വപ്നമെന്ന് ഒരുപാട് പേര് പറയുന്നുമുണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത് അവസാനമായി? സ്വപ്നങ്ങൾ എല്ലാവർക്കും കാണാനായിട്ടുള്ളതാണ് ഒരു സംഭവമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. ഒരാൾക്ക് സ്വപ്നം കാണാനായിട്ടുള്ള അവകാശം അയാൾക്കുണ്ട്. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായിട്ടുള്ള ഒരു അവകാശവും അയാൾക്കുണ്ട്. അതെനിക്കുമുണ്ട്. അതിനുവേണ്ടി ട്രൈ ചെയ്യാനായിട്ടുള്ള അവകാശമുണ്ട്. അതെനിക്കുമുണ്ട്. അപ്പം അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നു. കാരണം മുമ്പൊരു കാലത്ത് കേരളത്തിൽ ഗേ വെഡ്ഡിങ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ആകെ എനിക്ക് മുമ്പ് ഒരു ഗേ വെഡ്ഡിങ് ഉണ്ടായിരുന്നു, സോനു നികേഷ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ വിവാഹം ഉണ്ടായിരുന്നു. ഈ സംഭവമൊന്നും ഇല്ലാഞ്ഞിട്ട് ഞങ്ങളൊക്കെ വിവാഹിതരായി അല്ലേ. ഇപ്പം ഞാൻ സെപ്പറേറ്റ് ആയെങ്കിലും അങ്ങനത്തെ ഒരു സംഭവം സംഭവിച്ചു. അതൊക്കെ സ്വപ്നങ്ങളിൽ മാത്രം ഉണ്ടായിരുന്ന സംഭവങ്ങൾ ഇപ്പോൾ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി തുടങ്ങി. എന്തോരം കാര്യങ്ങളാണ് ഇപ്പം നടക്കുന്നത്. അപ്പോൾ ഇതും സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ളതാണ്. ട്രൈ ചെയ്യുന്നുണ്ടല്ലോ. അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യാനായിട്ടുള്ള മനസ്സ് ഞങ്ങളെല്ലാവരും കാണിക്കുന്നുണ്ട്. എൻ്റെ കാര്യത്തിൽ ഞാനും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഞാൻ ശ്രമിക്കും. പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻസ് ഉണ്ട്, യാഥാർത്ഥ്യമാക്കും. കുഞ്ഞെന്നുള്ളതാണ് സ്വപ്നം, അല്ലാതെ ഞാൻ പ്രസവിക്കണം എന്നുള്ളതല്ല സ്വപ്നം. എൻ്റെതായിട്ടൊരു കുഞ്ഞ്, അത് ഞാൻ നേടിയിരിക്കും. അത് ഫസ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ഓപ്ഷൻ ഉണ്ട്. അതെന്തായാലും ഞാൻ നേടിയിരിക്കും. തീർച്ചയായിട്ടും അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയ ടൈം ഫ്രെയിം കൊണ്ട് നടക്കേണ്ടതല്ല. ഒരു വലിയൊരു പ്രൊസീജിയറാണ് ഏത് ഓപ്ഷൻ ആണെങ്കിലും. തീർച്ചയായും ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഒപ്പം മുന്നോട്ടുള്ള പ്രയാണത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. വളരെയധികം നന്ദി ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിനും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിനും. ലേഡീസ് ബാൻഡിൽ ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്ക് മലയാളം.news18.com.